I hope no one is in a marriage like Ajit Devgan. If you are, please get out of your marriage. അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം മുടി വെട്ടിയതിന് ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. അയ്യോ എന്തിനാണ് മുടി വെട്ടിയത്, അല്ലെങ്കിൽ മിക്കവർക്കും അതാണ് പറയാനുള്ളത്, എന്തിനാണ് എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്റെ മുടി വെട്ടി. റിലേഷൻഷിപ്പ് വെച്ചിട്ട് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും എനിക്കും ഫ്രാൻസിസിനും വന്നിട്ടുണ്ട്. എന്താ കുട്ടികള്, പിന്നെ അവർ ഇവിടെയാണോ, അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ട് വേണമല്ലോ അവർക്കാണ് ആൻസേഴ്സ് വേണ്ടത്. മില്യൻസ് ഓഫ് വ്യൂസ് ആയിരുന്നു അപ്പൊ ചേച്ചിയുടെ പണ്ടത്തെ ഒരു വീഡിയോ. ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നിങ്ങളുടെ ചാനലിന്റെ തള്ളിന്റെ ആ തള്ളിന്റെ ഭാഗമായിട്ടാണ് മില്യൻസ് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞത്. ഇന്നത്തെ ന്യൂസ് ആയിരുന്നല്ലേ അത്? ഓക്കെ സോറി. അയൽപ്പക്കത്തെ സുന്ദരനായ ചേട്ടനെ വായ നോക്കിയിട്ടുണ്ടോ? നമുക്ക് ആരാന്നും കൂടെ ചോദിച്ചാലോ? അതിന്റെ ആവശ്യമില്ല, വേണ്ടല്ലേ. ബിജു ചേട്ടൻ ഞാൻ വിചാരിച്ചിരുന്നത് അധികം സംസാരിക്കില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് കുറച്ച് റിസർവ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും വളരെ നന്നായി സംസാരിക്കുന്നു എന്നോട്. അങ്ങനെയാണ് അത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ ഫീൽഡിലെ ആൾക്കാർക്ക് കൊമ്പൊന്നുമില്ല. സോ ഇറ്റ്സ് എവറി ഡേ പീപ്പിൾ. അപ്പോൾ ഈ എവറി ഡേ പീപ്പിളിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇവിടെയും ചിലപ്പോൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. ഇത് കുറച്ചുകൂടെ പബ്ലിക് ആയതുകൊണ്ട് യുവർ റേഞ്ച് കുറച്ചുകൂടെ വൈഡ്. വീട്ടിലിരുന്ന് അയൽപ്പക്കക്കാരുടെ കുറ്റവും പരദൂഷണവും പറയാറുണ്ടോ? അവര് കാണുന്നുണ്ടോ കേട്ടോ. പരദൂഷണം എന്നല്ല, അവരെന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കാറുണ്ട് തീർച്ചയായിട്ടും. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Hi everyone, you're watching Milestone Makers and I'm Shweta Purnima. Haviora Presents Colorful Stories ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒരു പിടിയിട്ട പുള്ളികളാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ മാറി മാറി ഇന്റർവ്യൂസിന് വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നാണ് നമ്മളുടെ കോർ ടീമിൽ നിന്നുള്ള കംപ്ലൈന്റ്. എന്താ നടന്ന സംഭവം? എന്താ വെരി ഗുഡ് ശ്വേത. നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെഡോ അപ്പു ചേട്ടൻ ക്യാമറ നൈസായിട്ട് അങ്ങോട്ട് പാൻ ചെയ്തോളൂ. ആളെ കാണിക്കും. അപ്പു അടിപൊളിയാ ആണല്ലേ? പക്ഷെ അപ്പു തള്ളിന്റെ എക്സ്പേർട്ടും കൂടിയാണ്. എല്ലാ സെലിബ്രിറ്റീസും കാണുന്നുണ്ടാവും. ഇല്ല, സോ ഐ മീൻ നമുക്ക് എന്തെങ്കിലും പറയാനുള്ള സമയത്ത് വരാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ആൻഡ് 2 കൊല്ലം പറയണ്ട, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സിനിമയുടെ മില്യൻസ് ഓഫ് വ്യൂസ് ആയിരുന്നു അപ്പൊ ചേച്ചിയുടെ പണ്ടത്തെ ഒരു വീഡിയോ. ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നിങ്ങളുടെ ചാനൽ ഹെഡ് തള്ളിന്റെ ആ തള്ളിന്റെ ഭാഗമായിട്ടാണ് മില്യൻസ് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞത്. ഇന്നത്തെ ന്യൂസ് ആയിരുന്നല്ലേ അത്? ഓക്കെ സോറി. ചേച്ചിയുടെ ഭാഗത്തുനിന്നോ? എനിക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇന്റർവ്യൂ തരാൻ എന്ത് പറയാനാ. എന്തെങ്കിലും മൂവിയുടെ സമയത്ത് പ്രൊമോഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സിനിമയെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും സംസാരിക്കാം. അല്ലാതെ വെറുതെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്കൊരു ഹോട്ട് ടോപ്പിക് ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ നടന്ന സംഭവത്തിനെ പറ്റി സംസാരിക്കാം. അപ്പം എവരിബഡി, ഐ ഹാവ് ശ്രുതി രാമചന്ദ്രൻ ആൻഡ് ലിസുമോൾ ചേച്ചി വിത്ത് us ടോക്കിംഗ് അബൌട്ട് നടന്ന സംഭവം. ഓക്കെ, അപ്പം എന്താണ് ഈ നടന്ന സംഭവം? നടന്ന സംഭവം ഒരു കോളനിയിൽ, ഒരു ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന ചില ഇവൻറ്റ്സ് ആണ്. നമുക്ക് ഐ ഫീൽ ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ഇത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ കുറച്ചൊരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇറ്റ് ഗോസ്. പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഫൺ വേയിൽ ചില കാര്യങ്ങൾ പറയുന്നതും നോട്ട് സോ ഫൺ വേയിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം. മെയിൻലി ഐ തിങ്ക് ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. അതിൽ ലിജോ സുരാജേട്ടൻ്റെ പേരായിട്ടാണ്, ഞാൻ ബിജുചേട്ടൻ്റെ പേരായിട്ടാണ്. അപ്പോൾ ഈ ഫാമിലീസും ഹൗസിംഗ് കോളനിയിലെ വേറെ കുറച്ച് ഫാമിലീസും ആയിട്ടുള്ള ചില പ്രശ്നങ്ങളല്ലാത്ത ചില കാര്യങ്ങളും അങ്ങനെ നടന്ന സംഭവം. അപ്പം ഈ നടന്ന സംഭവത്തിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നടന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കുറേ ഫാമിലീസിനിടയിൽ നടക്കുന്ന പല പല സംഭവങ്ങളാണ് നടന്ന സംഭവം. അതിൽ ഒരു മേജർ ഇൻസിഡൻ്റ് ആണ് നമ്മളിതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും
ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും കേൾക്കാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ട്രെയിലറും നിങ്ങളുടെ പ്രൊമോ സോങ് ഒക്കെ കേട്ടിട്ട് കണ്ടിട്ട് മനസ്സിലായത് CCTV ക്യാമറാസ്, അതായത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള കണ്ണും ചെവികളും ഒക്കെയാണ്. നമ്മുടെ ടൈറ്റിലാണെങ്കിൽ പോലും സോ തോട്ട്ഫുൾ. ഒരു ബട്ടർഫ്ലൈനെ പോലെ ഒരു 2 ചെവി പറന്നു പോകുന്നു, 2 സൈഡിൽ 2 CCTV ചേട്ടന്മാർ നിൽക്കുന്നു, ഒരു കണ്ണൊരു ബഡായിട്ട് നിൽക്കുന്നു. വെരി തോട്ട്ഫുൾ ഓഫ് എവറിഥിങ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനത്തെ CCTV ആൾക്കാരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ചേച്ചിക്ക് പറ്റിയിട്ടുണ്ടോ? ഉണ്ട്. ഐ തിങ്ക് നമ്മുടെ ലൈഫ്, എല്ലാവരുടെയും ലൈഫിൽ അത് ഉണ്ടാവുമല്ലോ. കാരണം മിക്ക ആൾക്കാരുടെയും കണ്ണും ചെവിയും ഒക്കെ അപ്പുറത്തെ വീട്ടിലേക്കാണ്. വീട്ടിലേക്കാണ് എന്ത് നടക്കുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 100% ഷുവർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാവും ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അത് ഹൗസിംഗ് കോളനിയിൽ മാത്രമല്ല, ഇറ്റ് കുഡ് ഓൾസോ ബി നമ്മുടെ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാവരുടെയും വന്നിട്ടാണ്. എന്നാലും നമുക്ക് ഒരു രസകരമായ അല്ലെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും അനുഭവം എന്തായിട്ടാണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഈ CCTV ക്യാമറ ചേച്ചിമാർ ചേട്ടന്മാർ കാരണം? ഇപ്പൊ എനിക്ക് മേ ബി യു ക്യാൻ ടേക്ക് ദാറ്റ് ആൻസർ. എനിക്കൊന്ന് കുറച്ച് ആലോചിക്കണം. എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് പറയാനാണെങ്കിൽ എന്റെ മുടി വെട്ടിയത് ഭയങ്കര ഒരുപാട് പേർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം മുടി വെട്ടിയതിന് ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. അയ്യോ എന്തിനാണ് മുടി വെട്ടിയത്, അല്ലെങ്കിൽ മിക്കവർക്കും അതാണ് പറയാനുള്ളത്, എന്തിനാണ് മുടി വെട്ടിയത്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്റെ മുടി വെട്ടി. അപ്പൊ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ എന്റെ മുടി വെട്ടിയതിനെ അതിനെ പല രീതിക്ക് കാണുന്ന ആൾക്കാർ. അപ്പൊ അതാണ് എനിക്ക് റീസെന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ റീസെന്റ് ആയിട്ട് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മേ ബി റിലേഷൻഷിപ്പ് വെച്ചിട്ട് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും എനിക്കും ഫ്രാൻസിസിനും വന്നിട്ടുണ്ട്. എന്താ കുട്ടികള്, പിന്നെ ഇവിടെയാണോ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ട് വേണമല്ലോ എല്ലാവർക്കും ആൻസേഴ്സ് വേണ്ടത്, അങ്ങനത്തെ. ആൻഡ് നമ്മുടെ ഫ്ലാറ്റ് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ മേ ബി ലൈക്ക് അതർ പ്ലേസസ് ദാറ്റ് വി ഹാവ് ഗോൺ ടു, ഇവരെ അനദർ നമ്മൾ ഇതിന് മുന്നേ താമസിച്ച കുറച്ച് സ്ഥലങ്ങളിൽ ഇവരെങ്ങോട്ടാ പോണേ കണ്ണപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണോ ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്കും യെസ് പറയാം, എന്നാ പിന്നെ ഇങ്ങനത്തെ ഒരാൾക്ക് സൊസൈറ്റിക്ക് ഒരു പണി കൊടുക്കാൻ ആലോചിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് കേട്ടു, ക്യാരക്ടർ കേട്ടു, ചെയ്യാം, രസമുണ്ടെന്ന് തോന്നി, അങ്ങനെ കമ്മിറ്റ് ചെയ്തേ ഉള്ളൂ. അല്ലാണ്ട് സൊസൈറ്റിക്ക് ഒരു പണി കൊടുത്തില്ല, ഇത്തിരി പോലും തോന്നിയില്ല. ഇത് നല്ലൊരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് ആണ്, ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കാർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല? ഇല്ല, ഇത് സബ്ജക്റ്റ് കേട്ടു. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഐ തിങ്ക് ഇറ്റ്സ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ. ആൻഡ് ആ ഒരു സമയത്ത് ഐ തോട്ട് ഒരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ്. സോ ടോക്കിംഗ് അബൌട്ട് കാസ്റ്റിംഗ്, യു ഹാവ് ബീൻ വർക്കിംഗ് ബാക്ക് ടു ബാക്ക് വിത്ത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അല്ലേ? അപ്പം ഈ കൊല്ലം തന്നെ ത്രീ മൂവീസ് ഓഫ് യുവേഴ്സ് ഓൾറെഡി റിലീസ്ഡ് ആയി. അപ്പം ഹൗ ഇസ് ഇറ്റ് ഫോർ യു ഈ ഒരു ഹാഫ് ഇയർ? എനിക്ക് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഓൾ ദ പ്രോജക്ട്സ് ദാറ്റ് ഐ വർക്ക്ഡ് ഓൺ റിലീസ്ഡ് ടുഗെദർ. അല്ലാതെ അത് സിനിമയുടെ ഒരു ടൈമിംഗ് ആണ്. അല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം പ്രസ്ഡ് ഫോർ ടൈം ആൻഡ് ഐ എം റണ്ണിങ്, അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ബിൻ എ ഗ്രേറ്റ് ഫ്യൂ ഇയേഴ്സ്, ടച്ച് വുഡ്, ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ ശ്വേത പറഞ്ഞപ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് I'm doing back-to-back work, but that's the thing of cinema. നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രോജക്ട്സ് എപ്പോഴാണ് റിലീസ് ആവണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ചെയ്ത കുറച്ച് പ്രോജക്ട്സ് ഈ കൊല്ലം റിലീസ് ആവുന്നുണ്ട്. The last few years have been very good. So അപ്പോൾ I'm very grateful. Thank you for that. പക്ഷേ it's exciting. It's an exciting time. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു the whole shooting experience? ഫണ്ണായിരുന്നു. ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് മാത്രമല്ല, നമ്മുടെ സെറ്റാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും വളരെ കൂളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചെന്തെങ്കിലും സമയം പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ പോലും വളരെ കൂളായിട്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന
ആളായിരുന്നു വിഷ്ണു ചേട്ടൻ. പിന്നെ ബിജു ചേട്ടൻ ഞാൻ വിചാരിച്ചിരുന്നത് അധികം സംസാരിക്കില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് കുറച്ച് റിസർവ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും വളരെ നന്നായി സംസാരിക്കുന്നു എന്നോട്. അങ്ങനെയാണ് അത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ബിജു ചേട്ടൻ അങ്ങനെ ആയിരിക്കും എന്ന്. സുരാജേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, പക്ഷെ ക്യാരക്ടർ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടറ്റത്താണെങ്കിലും അല്ലാതെ സെറ്റില് രസമായിരുന്നു. അവിടെ നടന്ന ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസ് ഓഫ് ബോത്ത് ഓഫ് യു എന്തായിരുന്നു? ചേച്ചിക്ക് എന്തായിരുന്നു? I'm sorry, but the first thing that comes to my mind is that കാക്കനാട്. ഓക്കെ ഓക്കെ, എന്താണ് കാക്കനാട് നടന്ന സംഭവം പറയൂ. പറയാൻ പറ്റില്ലേ? അത് നമുക്ക് അറിയണ്ടേ? ഇല്ല, അതങ്ങനെ രസകരമായ രസകരമല്ല അത്. അത് രസകരമല്ലാത്തതും കേക്കാം. ഇല്ല, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും. അപ്പം മൂവി ഫീൽഡിൽ നിന്ന് ഇങ്ങനെ CCTV എൻകൗണ്ടേഴ്സ് എപ്പോഴാണ് വന്നിട്ടുള്ളത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഇവിടെ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഈ ഒരു വീഡിയോ നമുക്ക് പ്രദർശിപ്പിക്കാം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ശ്രുതിയോട് ചെയ്തത് വന്നല്ലോ നിങ്ങളുടെ ടാഗ്ലൈൻ. അതന്നെ എന്റെ പാടാണ്. ജോലി പോകുന്നു. അപ്പൊ അതല്ല മൈൽസ്റ്റോൺ മേക്കേഴ്സ് അല്ലാതെ വേറെന്താണ്? അപ്പൊ ഇതിനു മുന്നേ ഏത് ചാനലായിരുന്നു? മൂവി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഇതുണ്ടായിട്ടുണ്ടോന്നാ? ഞാൻ ആദ്യം നെയ്ബേഴ്സിന്റെ ചോദിച്ചു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ മൂവി ഫീൽഡിൽ എന്താണ് നമുക്ക് സംഭവിച്ചത്? മൂവി ഫീൽഡ് എന്ന് പറയുന്നത് സച്ച് എ പബ്ലിക് പ്ലാറ്റ്ഫോം. അപ്പോൾ വെൻ യു സൈൻ അപ്പ് ഫോർ ഇറ്റ്, യു ഓൾസോ സൈൻ അപ്പ് ഫോർ ABC അതർ തിങ്സ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും ഡ്യൂറിങ് യുവർ ജേർണി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി യു ടെൻ ടു ഫിഗർ. യു നീഡ് അത് എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പക്ഷെ ഈ സിനിമ ഫീൽഡിലെ ആൾക്കാർക്ക് കൊമ്പൊന്നുമില്ല. സോ ഇറ്റ്സ് എവറി ഡേ പീപ്പിൾ. അപ്പോൾ ഈ എവറി ഡേ പീപ്പിളിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയും ചിലപ്പോൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. ഇത് കുറച്ചുകൂടെ പബ്ലിക് ആയതുകൊണ്ട് യുവർ റേഞ്ച് ഇസ് കുറച്ചുകൂടെ വൈഡ്. അത്രേ ഉള്ളൂ. അത്രയാണ്. ഓക്കെ, നമുക്ക് അജിത്തേട്ടനിലേക്ക് വരാം, നമ്മുടെ സുരാജേട്ടന്റെ ക്യാരക്ടറിലേക്ക്. ഞാനപ്പം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ട്രെയിലർ നമ്മൾ കാണുന്നുണ്ട് ചേച്ചിയുടെ മുഖത്ത് വലിയൊരു പാട്, ബേബി ആയിട്ട് പുറത്തിരിക്കുന്നു. പിന്നെ ചേട്ടൻ വേറെ അടിക്കണമെന്ന് തോന്നുന്നു, വേറെ ആരും വന്നടിക്കാൻ തോന്നുന്നു. ഓക്കെ, അല്ല ബിക്കോസ് നമ്മുടെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നമ്മളുടെ നാട്ടില് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നല്ലോ ഒരു വിമൻ അബ്യൂസ് എന്ന് പറയുന്ന സംഭവം. അത് നല്ല രീതിയിൽ ഈ ഒരു മൂവി വഴി കാണിക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം എൻ്റെ ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ. ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ധൈര്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആവും ആണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആവണം എന്നാണ് എനിക്ക്. അതെ, കാരണം ഓവർ ദി ഇയേഴ്സ് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും ആരും അതിനൊരു ആക്ഷൻ എടുക്കാത്തത് മാതിരി തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതോ ബെറ്റർ ആയ മാതിരിയാണ് തോന്നുന്നത് ഫ്രം ദ സൈഡ് ഓഫ് വിമൻ? I think slowly it's getting better. Yeah. Slowly. The thing with change, illa Shweta, I think better ആവുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. ലൈക്ക് നമുക്ക് ഇപ്പോൾ ഇന്ന് ബോധം വെച്ചു, അതുകൊണ്ട് വി ആർ ലൈക്ക് എവ്രി വൺ ഷുഡ്, ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എവ്രി വൺ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാപ്പി മാരേജസ് എന്ന് I can't make അപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ട് ഐ കാൺട്ട് മേക്ക് ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദാറ്റ്. അത് എൻ്റെ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ ആയിരിക്കാം എൻ്റെ സാഹചര്യം വെച്ചിട്ട്. പക്ഷെ വേറൊരു ആൾക്ക് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആൾക്കാർ ഇപ്പോൾ അവെയർ ആവുന്നു എന്ന് ഉള്ള ഈ അവെയർനെസ് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർ ദാറ്റ് ഈസ് പ്രോബ്ലി ദ 10th step, but it's happening, so that is very good is what I think. അപ്പോൾ change in any form is good എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, നൈസ്. ബിക്കോസ് നമ്മളിപ്പം കുറച്ച് നാൾ മുന്നേ ഉള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ
ഒരു അടി കൊടുക്കുന്നത് ഭയങ്കര റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ തരായിരുന്നില്ല ചേട്ടാ എന്നുള്ള രീതിയിലാണ് നായികമാര് പറയുന്നത്. ബട്ട് നൗ ഡേയ്സ് അത് നേരെ തിരിച്ചിപ്പോ ചേച്ചിയുടെ റോള് മാതിരി തന്നെ എന്താ പറയാ, ദിസ് ഇസ് നോട്ട് ഫെയർ എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം മലയാള മൂവിയുടെ ആ ഒരു ഗ്രോത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മുന്നേ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു റൂൾസ് എന്തുകൊണ്ട് കൊടുത്തു? വാട്ട് ഡു യു തിങ്ക്? മുന്നേ acceptable, no? അത് റൂളൊന്നല്ല, പിന്നെ മുന്നത്തെ സാഹചര്യം, ഇപ്പൊ ശ്രുതി പറഞ്ഞ പോലെ സാഹചര്യം വേറെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലിയെ കരുതി അല്ലെങ്കിൽ കുട്ടികളെ കരുതി ആ ഒരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മളുടെ പേരൻസ് ആയിക്കോട്ടെ, ആ ഒരു ജനറേഷനിൽ ഉള്ളവരൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ, അന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇത്രയും ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുമില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നിരിക്കില്ല. ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ ജോലി ചെയ്യുന്നവരാണ്, അപ്പം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തീരുമാനം എടുത്ത് മാറാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ ലിജോ പറഞ്ഞ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഐ തിങ്ക് ഇസ് എ ഹ്യൂജ് പോയിന്റ്. ഈ ഇടയ്ക്ക് ഐ വാസ് ഷോയിങ്, ഞാൻ സിനിമയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഫ്രാൻസിസിന് ഞാൻ ഇപ്പോൾ പഴയ മലയാള സിനിമകൾ കാണിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു ഇതിൽ ഞാനൊരു പഴയ മലയാള സിനിമ വിച്ച് ഐ ആബ്സല്യൂട്ട്ലി ലവ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ so we are watching the movie. As we are watching the movie, I'm thinking this is so problematic. Okay. You know, അത് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സിനിമയാണ്. ബട്ട് എന്തൊരു പ്രോബ്ലമാറ്റിക് ആണ് ഈ റിലേഷൻഷിപ്സ് ഹസ്ബൻഡായിട്ട് അമ്മായിമ്മയായിട്ട് ഉള്ള റിലേഷൻഷിപ്സ്. ആ ഒരു സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. So as a teenager or as I wasn't a teenager then, I was much younger. പക്ഷെ ഞാൻ അതിനെ accept ചെയ്തു. How is it that an 8-year-old accepted a film like that showed relationships like that? എന്നിട്ട് ഫ്രാൻസിസ് ഇത് കാണുമ്പോൾ എന്നെ നോക്കിയിട്ട് he's like, why do you like this film? Is this the kind of relationship you want with your mother-in-law? I said no. അത് ഞാൻ ആലോചിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അന്ന് many years back an 8-year-old accepted a film like that. ഇന്ന് no chance. ഓക്കെ, ബട്ട് ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, വൈ ഡു യു തിങ്ക് ഇപ്പം ഇപ്പോഴാണെങ്കിലും മുന്നേ ആണെങ്കിലും മൂവീസ് ആർ സംതിങ് ദറ്റ് വി ലുക്ക് അപ് ടു. റിയാലിറ്റി അല്ലെങ്കിൽ പോലും, ഇപ്പോഴാണ് റിയലിസ്റ്റിക് മൂവീസ് വന്നത്, പക്ഷെ മുന്നേ റിയലിസ്റ്റിക് അല്ലെങ്കിൽ പോലും അന്നേരം ഇവനെ കുറച്ച് അടിച്ചമർത്തുന്ന മാതിരി തന്നെയാണ്. ഇവൻ ദോ നമ്മുടെ നാട്ടിലെ ലേഡീസ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നടക്കുമെങ്കിൽ പോലും ഈ മൂവീസിലൊക്കെ ഈ അടി കൊള്ളുക അല്ലെങ്കിൽ ഇതിൽ ജോലിക്ക് പോകണ്ടെന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഫാമിലീനെ മുകളിൽ വെച്ച് വേണ്ട എന്നാൽ പിന്നെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. സോ വൈ ഡു യു തിങ്ക്, നമ്മളുടെ എല്ലാവരുടെയും ഫീൽഡ് തന്നെയാണിത്, അപ്പം വൈ ഡു യു തിങ്ക് വി ഡിഡ് ദാറ്റ്? I think we didn't know any better. അത് തന്നെ ഞാൻ പറഞ്ഞത്, മുന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. പിന്നെ അന്നത്തേത് റിയലിസ്റ്റിക് മൂവീസ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്നത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് തന്നെയാണ്, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂവീസ് തന്നെയാണ് അന്നത്തെ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സ്വയം പര്യാപ്തരാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. അതിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ച് സിനിമ മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ മുമ്പ് എന്തുകൊണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നു എന്ന് ചോദിച്ചാൽ അന്ന് സൊസൈറ്റിയും അങ്ങനെ ആയിരുന്നു. ഇപ്പോ ഫിലിംസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി, സൊസൈറ്റി ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഫിലിംസ്. അത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളൊരു 10 സിനിമ ഒരു കൊല്ലം 10 സിനിമ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 movies would be very realistic and in tune with society today. അപ്പോൾ അന്ന് that was the society we knew. ഇന്ന് this is the society we know. അന്നതായിരുന്നു റിയാലിറ്റി, ഇപ്പോഴത്തെ റിയാലിറ്റി ഇതാണ്, അത്രേ ഉള്ളൂ മാറ്റം. ഓക്കെ, അപ്പൊ എന്തായാലും അത് മാറി തുടങ്ങുന്നത് വലിയ കാര്യം തന്നെ. ഇപ്പം CCTVസിലാണെങ്കിൽ പോലും കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അവരുടെ വീട്ടിലും പണി വീട്ടിൽ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അല്ലേ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പോഴും ഉണ്ട്. ബിക്കോസ് എനിക്ക് ഇപ്പം ഡു യു തിങ്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം, അത് അപ്പുറത്തെ വീട്ടിലേക്ക് എന്താണെന്ന് അറിയാനുള്ള ത്വര നമ്മളുടെ ഉള്ളിൽ കൾട്ടിവേറ്റഡ് ആവണ പോലെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം ചില മെയിൻ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ചാനൽസിൽ നടക്കുന്നുണ്ട്, അവിടെ ബഹളം അടി അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നമ്മളുടെ സാധാരണക്കാരിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം കൾട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ? ബിക്കോസ് everybody is going for എന്താന്ന് എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. പക്ഷെ പ്രോബബ്ലി ഐ തിങ്ക് അത് കാണാൻ ആൾക്കാർ ഉണ്ടായോണ്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ ഷോസ് ചെയ്യുന്നതും
ഒരു ചാനൽ ചാനലിന്റെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ റേറ്റിംഗ്സ് കൂട്ടാൻ വേണ്ടി. ഇൻഡയറക്ട്ലി ഇതൊരു പണി തന്നെയല്ലേ നമുക്കും നമ്മളുടെ ഇനി വരുന്ന ജനറേഷൻസിനും. കാരണം ഈ സ്വഭാവമൊക്കെ ഇനി മാറും എന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ എന്തായാലും മാറ്റങ്ങൾ വരും ഫ്യൂച്ചറിൽ. മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ഓക്കെ നമ്മൾ വേറെ കുറെ ടോക്സിലേക്ക് പോയി. നമുക്ക് തിരിച്ചു നടന്ന സംഭവത്തിലേക്ക് വരാം. അല്ല, അത് തിങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനിങ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ ഓൺ ദി തിങ്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാരിൽ ഈ ക്വസ്റ്റ്യനിങ് സെൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ചോദിക്കട്ടെ. ഓക്കെ അപ്പം നടന്ന സംഭവത്തിൽ നമുക്ക് മെയിൻലി എന്താണ് കാണാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. കഴിഞ്ഞില്ലേ? ഇല്ല, ഒരു സെഗ്മെന്റും കഴിഞ്ഞാൽ കഴിഞ്ഞു. നടന്ന സംഭവം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു കോളനിയിൽ നടക്കുന്ന കുറച്ചധികം സംഭവങ്ങളാണ്. കുറച്ചധികം ഫാമിലീസിൽ നടക്കുന്ന കുറച്ചധികം സംഭവങ്ങളാണ്. അത് നമുക്ക് എല്ലാവർക്കും, ഇപ്പം സിനിമ കാണുന്ന എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നല്ല, ഇപ്പോൾ ഒരു ഗ്രാമത്തിലായാലും ഒരു നഗരത്തിലായാലും ഫ്ലാറ്റുകളിലായാലും എവിടെയാണെങ്കിലും എവിടെ താമസിക്കുന്ന ആളുകളായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാവാം. അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിക്കോട്ടെ അവരുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാവാം. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് ഇതുപോലെ ഇപ്പോൾ ഈ സിനിമയിലുള്ള ചില ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് അതിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് അതെ ഐ ഓപ്പണർ ആവാം. ചില ഡിസിഷൻസ് എടുക്കാൻ ചിലപ്പോൾ ഇൻസ്പയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രചോദനം ആകാൻ പറ്റുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചി ഇപ്പോഴാണ് മുടി വെട്ടിയത്? അത് 2 മാസമായി. 2 മാസം മൂവി കഴിഞ്ഞിട്ടാണ്? അതെ മൂവി ഒരു വർഷം. ഓക്കെ. ഡു യു തിങ്ക് ഇനിയിപ്പോ ഈ മുടി വെട്ടിയത് കാരണം ഇനി വല്ല പ്രശ്നമാവോ? അടിപൊളിയല്ല, പുതിയ ലുക്കല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. വെട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുടി വെട്ടില്ല. കാരണം ഞാൻ സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പം മുടി വെട്ടിയാൽ എനിക്ക് ഈ സിനിമകൾ കിട്ടാണ്ടാവോ എന്നൊരു തോട്ട്, എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്ന ഞാൻ തീർച്ചയായിട്ടും മുടി വെട്ടില്ല. പക്ഷെ അത് ബാധിക്കോ? ഐ ഡോണ്ട് നോ. വിഗ് യൂസ് ചെയ്യാം, അതിനൊക്കെയാണല്ലോ വിഗ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് സീരീസിൽ വരെ മുട്ട അടിക്കേണ്ട. ഇത് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം, അത്രേ ഉള്ളൂ. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചതൊന്ന് ഷോർട്ട് ഹെയർ ആക്കി നോക്കണം. അപ്പോൾ എനിക്കിപ്പോ ഒരു 2 മാസം സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്, ഇപ്പൊ ചെയ്ത് നോക്കാം വിചാരിച്ചു, ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. അപ്പോ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഞാനും ഒരു ക്യാമറയും മാറാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഒന്നുമില്ല, ചില സിറ്റുവേഷൻസ് പറയും യെസ് നോ കാണിക്കാം. ഓക്കെ റെഡി? വരട്ടെ. അപ്പം നമ്മളുടെ ഈ മൂവി ഒരു വരട്ടെ ചോദ്യങ്ങൾ ഇപ്പൊ ഷൂട്ട് ചെയ്യാം. നമ്മളുടെ ഈ മൂവി നെയ്ബർഹുഡ് രീതിയിലായത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ സംഭവങ്ങളാണ്. എക്സ്പ്ലനേഷൻസ് ആസ് വെൽ. ഓക്കെ, യെസ് ഓർ നോ മാത്രമേ ഓക്കെ. അയൽക്കാരുമായി വഴക്കിട്ടിട്ടുണ്ടോ? നോ. പിന്നെ ഇല്ല. നോ. ചിലപ്പോ ഞാൻ വീട്ടിൽ സംസാരിക്കായിരിക്കും, അങ്ങോട്ടേക്ക് പോയി വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്താണോ നോക്കുന്നേ? നൂല് ചോദിച്ചിട്ടില്ല. ഓക്കെ ശരി. സ്വന്തം വീട്ടിലേക്ക് വേണ്ടി അയൽപ്പക്കത്തക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടോ? ഒരു ക്യാരറ്റ് എന്താ വാങ്ങിച്ചേ? വീട്ടിലേക്ക് എന്തെങ്കിലും അടുക്കളയിലേക്ക് സവാള ക്യാരറ്റ് വാങ്ങിച്ചിട്ടില്ല. സവാള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ശരി. അമ്മ പറഞ്ഞു വിടും. അമ്മ പറഞ്ഞോടോ? ചേച്ചി ചെറുതായിരുന്നു. പിന്നെ ഇപ്പൊ പോവോ? ഇപ്പൊ സ്വിഗ്ഗി ഉണ്ടല്ലോ, ഇൻസ്റ്റമാർട്ട് ഉണ്ട്. ഓക്കെ ക്യൂട്ട്. വീട്ടിലിരുന്ന് അയൽപ്പക്കക്കാരുടെ കുറ്റവും പരദൂഷണവും പറയാറുണ്ടോ? അവര് കാണുന്നുണ്ടാവും കേട്ടോ. പരദൂഷണം എന്നല്ല, അവരെന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അല്ല ഉണ്ട്, ഇപ്പഴല്ല അത് ഇപ്പഴല്ല ഇപ്പൊ പറയാൻ വന്നിട്ടില്ല. ഐ മീൻ അവരിടപെടാത്ത കാരണം നമ്മൾ ഇടപെടാറില്ല എന്നാണോ? എന്താ അപ്പൊ ചേച്ചി? അതായത് എനിക്ക് ഞാൻ പറയാം, വീട്ടുകാർക്ക് മനസ്സിലായില്ലായിരിക്കും എന്തായാലും. ഓക്കെ, നമ്മള് വീടിനടുത്തുള്ളവര് സ്ഥിരം അവര് നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ
സീരിയസ്ലി കുറേ സമയം ഇപ്പം പ്രത്യേകിച്ച് നമ്മളൊന്ന് പുറത്തിറങ്ങി അവര് നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ആ കാര്യം ഞാൻ അമ്മയോട് പറയാറുണ്ട് എന്നല്ലാണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരെ കുറിച്ച് കുറ്റം പറയാനുള്ളത്. ഇൻഡയറക്ട്ലി ഉള്ളൊരു മെസ്സേജ് ആണ് നിങ്ങളൊന്ന് നോക്കല് നിർത്തുമെന്ന്. സെയിം തിങ്, സെയിം സംഭവമാണ്. ജസ്റ്റ് ചുമ്മാ നോക്കിയിരിക്കും എന്താ എവിടെ പോവാ ആരാ വീട്ടിലേക്ക് വരുന്നേ, പിന്നെ ചുമ്മാ ഇറങ്ങുമ്പോഴേക്കും എങ്ങോട്ടാന്നൊക്കെ ചോദിക്കുക. അത് തന്നെ. ഓക്കെ, അയൽപ്പക്കത്തുള്ള കുട്ടിയെ കണ്ട് പഠിക്കാൻ അച്ഛനും അമ്മയും ഉപദേശിച്ചിട്ടുണ്ടോ? ഇന്നോ. നല്ല കാര്യം. എന്നോടില്ല. അങ്ങനെ ഒന്നുമില്ല. ഭാഗ്യം. ട്യൂഷനൊന്നും പോകുമ്പോ ഒന്നും പറയാറില്ല അയാളുടെ മോളെ കണ്ട് പഠിക്കും. ഇല്ല, അല്ല എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, അതുകൊണ്ട് പറയില്ല. ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു. അല്ല സത്യം, I was one of those annoying students. ഓ ആണല്ലേ? എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആക്ച്വലി നെയ്ബേഴ്സിനാണ് പ്രശ്നമായിട്ടുണ്ടാവുക. ശ്രുതിനെ നോക്കി പഠിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ, അയൽപ്പക്കത്ത് പോയി പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? പെരുന്നാളല്ല, പക്ഷെ എനിക്കങ്ങനെ ആഘോഷങ്ങൾ എന്നല്ല ഉദ്ദേശിച്ചത്. ആഘോഷങ്ങളുണ്ട്. ഉണ്ട്. ശരി. നാട്ടിലെ പൊതുപരിപാടിക്ക് പ്രസംഗിച്ചിട്ടുണ്ടോ? അത് ഈയിടെയായിട്ട്. ആ ഇപ്പം ഫേമസ് ആയി കഴിഞ്ഞപ്പോ ഞാൻ പോയി പ്രസംഗിച്ചതാണോ? പ്രസംഗിക്കുക ഐ മീൻ അമ്പലത്തിൽ ഉത്സവം അങ്ങനത്തെ പരിപാടി അപൂർവമായിട്ട്, ഞാൻ അപൂർവമായിട്ടേ പോകാറുള്ളൂ. ഒന്നോ രണ്ടോ ചെയ്തിട്ടുണ്ടാവും. കുറച്ച്. സ്വന്തം നാട്ടിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അതുണ്ടാവുമല്ലോ ഇല്ലേ? നാട്ടിൽ നിന്ന് അവാർഡ് ഞാൻ ആലോചിക്കും. ഓട്ട മത്സരം ഇഷ്ടം ആവാലോ, ഗ്ലാസ് പോലെ ഓക്കെ. അതിർത്തി തർക്കത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. The 4 acres of land ഇല്ല. ഇല്ല. ഓക്കെ. അയൽപ്പക്കത്തെ സുന്ദരനായ ചേട്ടനെ വായ നോക്കിയിട്ടുണ്ടോ? നമുക്ക് ആരാന്നും കൂടെ ചോദിച്ചാലോ? അതിന്റെ ആവശ്യമില്ല. വേണ്ടല്ലേ? ഓക്കെ ശരി, പ്രശ്നമാവുന്നു. അയൽപ്പക്കക്കാർ കാരണം എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഒരു പണി? ഇല്ല, അത് പറയേണ്ട ആവശ്യമില്ല. കിട്ടിയിട്ടുണ്ട്, അത്രേ കിട്ടിയിട്ടുണ്ട്. ചേച്ചി പറ. എന്തോ ക്രിക്കറ്റ് കളിച്ചപ്പോ നമ്മുടെ ഇപ്പുറത്തെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഗോഡൌൺ ആയിരുന്നു. അവരുടെ ഗ്ലാസ് എന്തോ ഞാൻ പൊട്ടിച്ചു. അത് ഞാൻ വീട്ടിൽ പോയി ഒളിച്ചിരുന്നു. അതൊന്ന്. പക്ഷെ എന്തോ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഐ തിങ്ക് ഒരിക്കൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ, ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ ഹാരി പോട്ടർ ആ ബുക്ക് ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ആ ബുക്ക് റിലീസ് ചെയ്താൽ എനിക്ക് അപ്പൊ തന്നെ വായിച്ചു തീർക്കണം. അപ്പൊ എന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഹാരി പോട്ടർ വെച്ചിട്ട് ഞാൻ വായിക്കായിരുന്നു. അപ്പൊ എന്തോ നെയ്ബർ കണ്ടു. അല്ലല്ല, ബാൽക്കണീന്റെ അവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ വായിക്കായിരുന്നു. അല്ലെ അതോ താഴെ പോയിട്ട് എന്തോ, എനിക്ക് ഭയങ്കര വിവിഡ് അല്ല ഈ മെമ്മറി, പക്ഷെ നെയ്ബറാണ് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞതെന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അല്ല, ഹാരി പോട്ടറിന്റെ ഒരു ആനച്ചക്ക, എനിക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നില്ല. ആ ഒരു ആനച്ചക്ക ബുക്ക് എടുത്തിട്ട് ഒരു ഇംഗ്ലീഷ് വർക്ക് ബുക്കിന്റെ ഇടയിൽ പോയി വെച്ചാ പിന്നെ ആരാ കാണാതിരിക്കുക. അങ്ങനത്തെ എന്തൊക്കെയോ പണികൾ, അങ്ങനത്തെ പണികളാണ്. ഓക്കെ, അപ്പം എന്തായാലും ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനിയുണ്ട് കഴിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെഗ്മെന്റ്, ലാസ്റ്റ് സെഗ്മെന്റ്, ഇനി ഒന്നുമില്ല, കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ആക്ട് ചെയ്യാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ, അയൽക്കാരുമായി ഒരു വഴക്ക് സിറ്റുവേഷൻ. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഇപ്പൊ നമുക്ക് ഓക്കെ, ചേച്ചിയുടെ വീട്ടിൽ ടി വി ഭയങ്കര ഒച്ച കൂടുതലായിരുന്നു, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ടി വി ഒച്ച ഭയങ്കര കൂടുതലായിരുന്നു. മറ്റേ ആള് വന്ന് ശബ്ദം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അയൽക്കാരുമായിട്ട് വഴക്കുണ്ടാക്കില്ല. എന്നാ സമാധാനപ്രിയായ ടി വി കണ്ടോണ്ടിരിക്കുന്ന ഒരു ചേച്ചി സമാധാനപ്രിയ അല്ല. അത് അങ്ങനെ പറയരുത്. ഞാൻ ടി വി ആണ്. തിരിച്ചാണോ? എന്റെ അടുത്താ കുറയ്ക്കാൻ പറയാം. ശരി, അത് ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാം. ഓക്കെ, പഠിക്കാം. ഓക്കെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ആക്ട് ചെയ്തു, കഴിഞ്ഞു. ബുദ്ധിക്കാണ് വെറുതെ അല്ലേ? ചില ചാനലില് നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടി അപ്പോ കാണുന്നുണ്ട് ഞാൻ.
ഓക്കെ ഈ ഇന്റർവ്യൂവിൽ ശ്രുതി എത്ര തവണ അപ്പുവിന്റെ പേര് യൂസ് ചെയ്തു? യൂസ് ചെയ്തു. ഓക്കെ. അപ്പൊ എന്തായാലും ഐ ഹാഡ് സോ മച്ച് ഓഫ് ഫൺ വിത്ത് യു ഗൈസ്. ഈ നടന്ന സംഭവം ഒരു സംഭവമായി മാറട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.